നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 മെയ് 23, 24 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ മെയ് 23 വെളുപ്പിന് 2:08 AM മുതൽ മെയ് 25 രാവിലെ 9:07 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. പിന്നെ ഇതൊക്കെ പറഞ്ഞു തരുന്നത് ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നതാണ്. വാട്സാപ്പിൽ ബന്ധപ്പെടുക, ഫോൺ വിളിക്കരുത്. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഓക്കെ, ആദ്യം നമുക്ക് ഭാഗ്യ നിറങ്ങൾ നോക്കാം. 21 തീയതി ശനിയാഴ്ച കറുപ്പ് അല്ലെങ്കിൽ നീല. അതുപോലെ തന്നെ 24 തീയതി ഞായറാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ ഈ നിറങ്ങളുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനമുണ്ടാകുന്നതാണ്. പിന്നെ ബ്രഹ്മമുഹൂർത്തം 23, 24 തീയതികളിൽ രാവിലെ 4:29 AM മുതൽ 5:17 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം. 23, 24 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തം 23, 24 തീയതികളിൽ ഉച്ചയ്ക്ക് 11:54 AM മുതൽ 12:43 PM വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. 23, 24 തീയതികളിൽ ബ്രഹ്മമുഹൂർത്തത്തിലും അഭിജിത്ത് മുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക. അതുപോലെ തന്നെ രാഹുകാലം 23 തീയതി രാഹുകാലം 9:12 AM മുതൽ രാവിലെ 10:45 AM വരെയാണ് 23 തീയതി രാഹുകാലം. 24 തീയതി വൈകിട്ട് 4:58 PM മുതൽ വൈകിട്ട് 6:31 PM വരെയാണ് രാഹുകാലം. രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക, പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. പിന്നെ ഭാഗ്യ നമ്പറുകൾ 23/5/2026. 23/5/2026 നമ്മുടെ വിഷു ബമ്പർ നറുക്കെടുപ്പ്. അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകം വീഡിയോ ചെയ്തിട്ടുണ്ട്, ദയവായി അതും കാണാൻ ശ്രമിക്കുക. അന്നത്തെ ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ എന്ന് പറഞ്ഞാൽ 2 5, 3, 0, 6, 9 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 24/5/2026 3 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 6, 4, 2, 9, 5 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി ഫലങ്ങൾ നോക്കാം. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ പാദം. മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ശനിയും ചൊവ്വയും പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. ഒരു പരിധിവരെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. മേടൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ഇടവൻ രാശി കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിര ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം. അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്നത് സൂക്ഷിക്കുക. അപകടങ്ങൾ കരുതിയിരിക്കുക. ഇവർ ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാട് നടത്തുക. ഇവർക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം നേട്ടങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാര്യം ശനിയും വ്യാഴവും ശുക്രനും അനുകൂലമാണ്. 3 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. ശനിയുടെ ഒരു 11ാം ഭാവത്തിലെ ലാഭസ്ഥാനത്തിലെ അനുകൂല ഭാവം കൊണ്ട് ഇവർക്ക് സർവകാര്യ വിജയം, അതുപോലെ തന്നെ സാങ്കേതിക രംഗത്ത് മേന്മകൾ. പിന്നെ വ്യാഴത്തിൻ്റെ അനുകൂല ഭാവം കൊണ്ട്, വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും അനുകൂല ഭാവം കൊണ്ട് ഇവർക്ക്
വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് വരും. അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും. അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് വരും. അതുപോലെ തന്നെ ക്ഷമിക്കണം, ഇടയ്ക്ക് ഒരു ചെറിയ ആവശ്യം വന്നു, അതുകൊണ്ടാണ് ഇടയ്ക്ക് വെച്ച് ബ്രേക്കായത്. എനിവേ, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് കാര്യം നടത്തേണ്ടി വന്നു. ഓക്കെ, അപ്പോൾ സംഭവം ഇന്ന് ആയില്യം വരുന്ന ദിവസമാണ്. അപ്പോൾ തൊട്ടപ്പുറത്തൊരു ക്ഷേത്രമുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ഈ ആയില്യ പൂജയായിട്ട് ബന്ധപ്പെട്ട് രാവിലെ പാട്ടും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ വർക്കിംഗ് അവേഴ്സിൽ ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഈ ഇതുപോലൊരു ഡിസ്റ്റർബൻസ് വന്നത്. ക്ഷമിക്കാം. ഞാൻ പറഞ്ഞു വന്നത് ഇടവൻ രാശിയിൽ രണ്ടാം ഭാവത്തിൽ, ധനഭാവത്തിൽ ശുക്രനും ഗുരുവും, അതായത് വ്യാഴവും ശുക്രനും ഒരുമിച്ച് വരുന്നു. അപ്പോൾ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ബന്ധങ്ങൾ ഊഷ്മളമാവും. അതുപോലെ ഭൗതിക സുഖങ്ങൾ, പിന്നെ പൊതുവെ ഒരു ദൈവാധീനം ഒക്കെ ഉണ്ടാവും. എങ്കിലും ഇതിനൊക്കെ ഒരു പൊലിമ കുറവുണ്ടായിരിക്കും, പൂർണ്ണത കുറവുണ്ടായിരിക്കും. കാരണം സൂര്യൻ, ബുധൻ, ചൊവ്വ ഈ ഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അത്രത്തോളം നല്ല ദിവസങ്ങളൊന്നും അല്ല, എങ്കിലും ഗുണദോഷ സമ്മിശ്രമായിട്ട് ഇടവൻ രാശിക്ക് അനുഭവപ്പെടും. ഇനി മിഥുനം രാശി, മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർത ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണാധിക്യത്തിൽ തന്നെ അല്പം ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് പക്ഷേ ഈ ജൂൺ 2 മുതൽ മാറിത്തുടങ്ങും. ഒരുപക്ഷെ നേരത്തെ തന്നെ അത് തുടങ്ങിയിരിക്കും. വ്യാഴം, ശനി ഇവയൊക്കെ അനുകൂലമായിട്ട് ഗ്രഹനിലയിലുള്ളവർക്ക് നേരത്തെ തന്നെ ഈ വ്യാഴമാറ്റത്തിൻ്റെ ഗുണഫലങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങും. ഇവർ ഞായറാഴ്ച ശിവന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. അവർക്ക് ഭാഗ്യപരീക്ഷണങ്ങൾ സാധ്യതയുണ്ട്. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. എങ്കിലും കുറച്ച് ആ ഗുണാധിക്യത്തിന് ഒരു ചെറിയ പൊലിമ കുറവായിരിക്കും. എന്നാൽ തന്നെയും മിഥുനം രാശിക്കാരെ കാത്തിരിക്കുന്നത് വളരെ ബ്രൈറ്റായിട്ടുള്ളൊരു ടൈമാണ്. ഏകദേശം 1 വർഷം ഞാനത് വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നത്. ഇനി കർക്കിടകം രാശി, പുണർദം അവസാന പാദം, പൂയ, ആയില്യം. കർക്കിടക രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ചന്ദ്രൻ ഡയറക്റ്റായിട്ട് അനുകൂലമല്ല, അല്ലെങ്കിൽ ഗുണാധിക്യമായിരുന്നതിന് ഇവർക്ക് പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യത, പിതാവിൽ നിന്ന് അനുഗ്രഹങ്ങൾ, പിതാവിന് ഐശ്വര്യം, സന്താനങ്ങൾക്ക് നേട്ടം, തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും ഈ ഇടവമാസം മുഴുവൻ. ഓക്കെ, ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. അതുപോലെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റം ഉണ്ടാവും. അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. ഇതിൽ വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും എല്ലാ ദിവസവും ദർശനം നടത്തുക. ഇനി ചിങ്ങം രാശി, മകം, പൂരം, ഉത്രം ആദ്യ പാദം. ചിങ്ങം രാശിക്ക് ഗുണാധിക്യമാണ്. ശനിയാഴ്ച ഇവർ അഷ്ടമശനിയാണ്. അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശനിക്ക്, ശിവന്, അയ്യപ്പന് വഴിപാടുകൾ നടത്തുക. ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് വ്യാഴവും ശുക്രനും അനുകൂലമാണ് ഇപ്പോഴും. അപ്പോൾ ഈ വ്യാഴം മാറുന്നതിൻ്റെ ജൂൺ 2 മുമ്പായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നല്ല ദിവസങ്ങളാണ്. ഞാനത് പ്രത്യേകം വീഡിയോ ചെയ്തിരുന്നു, അത് കാണാൻ ശ്രമിക്കുക. തൊഴിൽപരമായിട്ട് ഇവർക്ക് നേട്ടമാണ്. കർമ്മഭാവത്തിൽ സൂര്യനും ബുധനും നിൽക്കുന്നു. ഓക്കെ,
അപ്പോൾ ഇവർക്ക് ഇടവം മിഥുനം മാസങ്ങളിൽ തൊഴിൽപരമായിട്ടുള്ള നേട്ടം, പിതാവിന് ഐശ്വര്യം, സന്താനങ്ങൾക്ക് നേട്ടം ഇവ പ്രതീക്ഷിക്കാം. പൊതുവെ ഇവർക്ക് ദൈവാധീനം കൂടിയ സമയമാണ്. ഭൗതിക സുഖങ്ങൾ, ബന്ധങ്ങൾ ഊഷ്മളമാവും, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവും ഉണ്ടാവും. അതുപോലെ തന്നെ ഇവർക്ക് ദൈവാധീനം വർദ്ധിച്ചിരിക്കും. ഈ ജൂൺ 2 വ്യാഴം മാറുന്നതിന് മുമ്പ് കിട്ടുന്ന ചിങ്ങൻ രാശിക്ക് കിട്ടുന്ന നല്ല 2 ദിവസങ്ങളാണ് 23, 24 തീയതികളിൽ. ഇനി കന്നിരാശി, ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ഇവർക്ക് ശനിയും ചൊവ്വയും പ്രതികൂലമാണ്. അപ്പോൾ അപകടങ്ങൾ കരുതിയിരിക്കുക. ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും പൊതുവെ കാര്യമായ നേട്ടങ്ങളൊന്നുമില്ലാത്ത ദിവസങ്ങളായിട്ട് ഇത് പരിണമിക്കും. പൊതുവെ എല്ലാത്തിനും ഒരു പൂർണ്ണത കുറവ്, പൊലിമ കുറവ് ഇവയൊക്കെ അനുഭവപ്പെടും. ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട്. എന്നാൽ തന്നെ പൊതുവെ അപകടങ്ങൾക്ക് നമ്മൾ വളരെയധികം കരുതൽ നൽകുക. ഇവർ തിങ്കളാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. അതുപോലെ തന്നെ ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇനി തുലാം രാശി, ചിത്തിര അവസാനം 2 പാദം, ചോതി വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. എങ്കിലും സൂര്യനും ചൊവ്വയും പ്രതികൂലമാണ്. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് സർവ്വവിധ സൗഭാഗ്യം, സർവകാര്യ വിജയം, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. അതുപോലെ തന്നെ പൊതുവെ ദൈവാധീനം എല്ലാത്തിനും കാണും. പൊതുവെ ഒരു വിജയസാധ്യത എല്ലാ കാര്യങ്ങൾക്കും കാണും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ഓക്കെ, 23-ാം തീയതി ബമ്പറാണ്. ഓക്കെ, ഇനി വൃശ്ചികം രാശി, വിശാഖം അവസാന പാദം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് വ്യാഴം ഇപ്പോൾ പ്രതികൂലമാണെങ്കിലും ജൂൺ 2 മുമ്പേ തന്നെ വ്യാഴമാറ്റത്തിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിച്ചു തുടങ്ങും. എങ്കിലും ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം. അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് ഓപ്പോസിറ്റ് സെക്സുമായിട്ട് പ്രശ്നങ്ങൾ പ്രധാനമായിട്ടുണ്ടാവാം. സംസാരം ശ്രദ്ധിക്കുക. ഇവർ ഞായറാഴ്ച ശിവന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റം വരും. വൃശ്ചികം രാശിക്കാർ പൊതുവെ വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ധനുരാശി, മൂലപൂരാട ഉത്രാടം ആദ്യ പാദം. ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത്, കണ്ടകശനിയാണ്, വ്രതമെടുത്ത് ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങൾ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ട് നേട്ടം, പിതാവിന് ഐശ്വര്യം, സന്താനങ്ങൾക്ക് നേട്ടം, ബൗദ്ധിക മേഖലയിൽ അനുകൂലമായ മാറ്റം, സർവ്വവിധ സൗഭാഗ്യം. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ ഊഷ്മളമായ അനുഭവങ്ങൾ, വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് നേട്ടമുണ്ടാവും. വ്യാഴം പ്രതികൂലമായിട്ട് മാറുന്ന ജൂൺ 2 മുമ്പ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. ഇനി മകരം രാശി,
ഉത്രാടം അവസാന 3 പാദം, തിരുവോണം അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നത്. 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്ന ഈ ദിവസങ്ങളിൽ അല്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാരണം 4 ഗ്രഹങ്ങൾ ചന്ദ്രൻ ഉൾപ്പെടെ പ്രതികൂലമാണ്. എങ്കിലും വ്യാഴം അനുകൂലമായിട്ട് വരുന്ന ഒരു കാലയളവ് ജൂൺ 2-ന് മുൻപായിട്ട് തന്നെ ഇവർക്ക് നേട്ടങ്ങൾ കണ്ടു തുടങ്ങും. പ്രത്യേകിച്ച് ശനിയും വ്യാഴവും ഗ്രഹനിലയിൽ അനുകൂലമായിട്ട് നിൽക്കുന്നവർക്ക് അത് നേരത്തെ തന്നെ അനുഭവപ്പെട്ടു തുടങ്ങും. ഇവർ തിങ്കളാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് പൊതുവെ ഒരു വിജയസാധ്യതയൊക്കെ നിലനിൽക്കുമെങ്കിലും അത്ര മെച്ചപ്പെട്ട ദിവസങ്ങളല്ല. ഇനി മെച്ചപ്പെട്ട ദിവസങ്ങൾ ഏതാണ്ട് 1 വർഷം വരാൻ പോവുകയാണ്. അപ്പോൾ ശനി വ്യാഴവും അനുകൂലമായിട്ട് വരുന്ന ഒരു കാലഘട്ടം മകരം രാശിയെ കാത്തിരിക്കുന്നു. അത് ഇപ്പോൾ തന്നെ ചിലർക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയേക്കാം. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഇനി കുംഭൻ രാശി. അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ശനിയാഴ്ച ഇവർ വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. നിയമകാര്യങ്ങളിൽ അനുകൂലമായ മാറ്റമുണ്ടാവും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവുണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ്. പൊതുവെ കുംഭൻ രാശിക്ക് വ്യാഴം മാറുന്ന ജൂൺ 2-ന് മുമ്പ് കിട്ടുന്ന പ്രധാനപ്പെട്ട നല്ല ദിവസങ്ങളാണ്. ഇത് ബുദ്ധിപൂർവ്വം, കൗശലപൂർവ്വം, വിവേകപൂർവ്വം ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇനി മീനം രാശി. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ശനി ജന്മശനിയായിട്ട് തുടരുന്നു. അപ്പോൾ ശിവന്, അയ്യപ്പന്, ശനിക്ക് ശനിയാഴ്ച വ്രതമെടുത്ത് വഴിപാട് നടത്തുക. ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും. പിതൃ ഗുണം, സന്താന നേട്ടം ഇവ പ്രതീക്ഷിക്കാം. ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. പൊതുവെ മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. വെളിച്ച ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ശുഭദിനം.